നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് പേടിച്ചാണ് ജീവിക്കുന്നത്. പല ആളുകളും ആശങ്കയിലാണ്. എന്താണ് ആശങ്ക? പടച്ചോനെ, എനിക്കാരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ? എനിക്കെതിരെ ആരെങ്കിലും വല്ല സിഹ്ർ ചെയ്തിട്ടുണ്ടാവോ? എൻ്റെ ഉയർച്ചയിൽ ആരെങ്കിലും അസൂയപ്പെടുന്നുണ്ടാകുമോ? എന്നെ തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടാകുമോ? ദിനം പ്രതി ശത്രുക്കളുടെ എണ്ണം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ദിനം പ്രതി ശത്രുക്കൾ കൂടി വരാൻ കാരണം? ദിവസവും കൂടുന്തോറും നമുക്ക് കുടുംബത്തിലും അയൽപ്പക്കത്തും ശത്രുക്കളുടെ എണ്ണം കൂടി വരുന്നതിനുള്ള പ്രധാന കാരണം അസൂയ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഒന്നിരിക്കെ നമുക്ക് നമ്മളെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് അള്ളാഹു തന്ന നിഅമത്ത് അനുഗ്രഹം കണ്ടിട്ടുള്ള കുനിറ്റ് അസൂയായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ വലിയ ബറക്കത്ത് കച്ചവടം നടക്കുന്നത് കണ്ടിട്ടുള്ളതാവാം. എന്തോ ആകട്ടെ, ഏതായിരുന്നാലും ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന്. അനങ്ങിയാൽ സിഹർ, അത് ചെയ്തു കൊടുക്കാനാണെങ്കിലോ ആളുകൾ തുരുതുരാ എല്ലാ മുക്കിലും മൂലയിലും ഇന്ന് ഇരിക്കുകയാണ്. ഒരു പേടിയോ ബേജാറോ ഇല്ല. അള്ളാഹുവിനെ ഒരു പേടിയുമില്ലാതെ ഒരുപാട് ആളുകൾ ഇത്തരം മാരണ കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ റെഡിയായിട്ടാണ് ഇരിക്കുന്നത്. അള്ളാഹു അത്തരക്കാരെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സാഹിര്യങ്ങളെ സിഹിറിനെ തൊട്ടും ഐനിനെ തൊട്ടൊക്കെ അള്ളാഹു നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ സംരംഭങ്ങളെയും വീടിനൊക്കെ അള്ളാഹു കാവൽ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, നമുക്ക് ഒരു കവചം നിർബന്ധമാണ്. ആര് എന്തു ചെയ്താലും നമുക്കത് ഏൽക്കാൻ പാടില്ല. നമുക്ക് പേടിച്ച് ജീവിക്കുന്നതിലേറെ നല്ലത് നല്ല ധൈര്യത്തോടു കൂടി ആര് എന്തും പറയട്ടെ, എനിക്കതൊന്നൊരു വിഷയമല്ല, എനിക്കതൊരു പ്രശ്നമല്ല. ഓന് സിഹ്ർ ചെയ്യണോ ചെയ്തോട്ടെ, ഓൻ എന്നെക്കുറിച്ച് അപവാദം പറയണോ പറഞ്ഞോട്ടെ, എനിക്കതിലൊന്നും ഒരു വിഷയമില്ല. ഇങ്ങനെ നെവർ മൈൻഡായിട്ട് ഒന്നിലും ശ്രദ്ധ കൊടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? മറ്റൊന്നിലും ശ്രദ്ധ കൊടുക്കാതെ ചെയ്യണോൻ എന്തെങ്കിലും ചെയ്തോട്ടെ, എനിക്കതൊരു പ്രശ്നമല്ല. സിഹ്റോ ആയിക്കോട്ടെ, സിഹ്ർ ചെയ്തോട്ടെ, എനിക്കതൊരു പ്രശ്നമല്ല, ഞാനത് ഏറ്റെടുത്തോളാം. അങ്ങനെ വളരെ പുച്ഛത്തോടുകൂടി നെവർ മൈൻഡായിട്ട് എല്ലാം തള്ളിക്കളഞ്ഞിട്ട് ധൈര്യപൂർവ്വം ജീവിച്ച് മറ്റുള്ളവരെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇസ്മും കളവും നിങ്ങളെ സഹായിക്കും. ഈ പറയുന്ന ഇസ്മും കളവും നിങ്ങൾക്ക് ഉപകാരപ്പെടും, ഒരു സംശയവുമില്ല. കാരണം പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഹുൽ ഹുസ്നയിലെ പ്രധാനപ്പെട്ട ഒരു ഇസ്മായ യാ മുദില്ലു യാ അള്ളാ എന്നുള്ള ഇസ്മിൻ്റെ കളമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ ഇസ്മിൻ്റെ അർത്ഥം തന്നെ നിന്യനാക്കുന്നവൻ എന്നാണ്. അള്ളാഹു നമ്മളെ ശത്രുക്കളെയൊക്കെ പരാജയപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, ഒരാളും ഒരു ശത്രുവും ഏതൊരാളും എന്ത് ചെയ്താലും നമുക്കത് ഏൽക്കാനും പാടില്ല. നമ്മളെ ശത്രു നമ്മളെ മുന്നിൽ വന്ന് നമ്മളെ ഉപദ്രവിക്കാനും പാടില്ല ഒരു നിലക്കും. അതിന് അള്ളാഹുവിൻ്റെ ഇസ്മായ ഈ ഇസ്മിനെ തൊട്ട് നമുക്കൊരു അമൽ ചെയ്യാം. പറഞ്ഞു തരട്ടെ, നിങ്ങൾ റെഡിയാണോ? ചെയ്യാൻ റെഡിയാണോ? ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇത് ചെയ്യാനും ഇത് ചെയ്തത് മൂലം നിങ്ങൾക്ക് വലിയ ഫലം ലഭിക്കാനും ഈ അമൽ ഒരു സബബായി മാറ്റിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂട്ടിലും കുടുംബത്തിലും നമ്മളെ സുഹൃത്തുക്കളിലും നമ്മളുമായി അടുത്ത് കഴിയുന്ന പല ആളുകളും നമ്മൾ പോലും അറിയാതെ നമ്മളെ ശത്രുക്കളാണെന്ന് നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. നമ്മളെ കൂടെ നിന്ന് എല്ലാം പറഞ്ഞു തന്ന് മനസ്സിലാക്കുകയും നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്നു എന്ന് തോന്നിപ്പിക്കുകയും പിന്നെ നേരെ അപ്പുറത്ത് പോയിട്ട്
നമ്മളെ കുറ്റം പറയുകയും നമ്മളെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പല ആളുകളെയുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെൻ്റെ വീഡിയോസുകളൊക്കെ കാണുന്ന, അമലുകളൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ എല്ലാ വീഡിയോസും കാണുന്നവരായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. മറന്നത് കൊണ്ടാവാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് ഈ അമൽ ചെയ്യാവുന്നതാണ്. സാധാരണ കളമെഴുതുമ്പോൾ നമ്മൾ പാലിക്കുന്ന നിയമങ്ങൾ എല്ലാവർക്കും അറിയാം. സുബഹി നിസ്കരിക്കുക, ഒതുവോടുകൂടി ഖിബിലക്ക് മുന്നിട്ടിരിക്കുക, കുറച്ച് സ്വലാത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പേരിൽ ചൊല്ലുക, ശേഷം വെള്ള പേപ്പറിൽ കറുപ്പ് മഷി ഉപയോഗിച്ച് കളം വരയ്ക്കുക. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സുലാസി കളമാണ്, 3 കള്ളിയുടെ കളമാണ്. മുസിൽ എന്ന് പറയുന്ന ഇസ്മിൻ്റെ കളം. ഇൻഷാ അല്ലാഹ് കളം ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. ഈ കളത്തിൽ കാണുന്നത് പോലെ നിങ്ങളൊരു പേപ്പറിലേക്ക് അങ്ങ് എഴുതിയെടുത്താൽ മാത്രം മതി. പേപ്പറിലേക്ക് അങ്ങ് എഴുതിയെടുക്കുക. ശേഷം ആ പേപ്പർ കയ്യിൽ പിടിച്ചിട്ട് നിങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുക്കൾ ആരൊക്കെയാണ് നമുക്കതറിയില്ലല്ലോ. അള്ളാഹിനോട് പറയാം, പടച്ചോനെ, എൻ്റെ ജീവിതത്തിൽ എന്നെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന, എന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുന്ന, എൻ്റെ കൂടെ നിന്ന് എൻ്റെ കാല് വാരുന്ന, എൻ്റെ പിന്നിൽ നിന്ന് എൻ്റെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആരൊക്കെയുണ്ടോ പടച്ചോനെ, എനിക്കതറിയൂല. എല്ലാം അറിയുന്ന രാജാതിരാജനായ പടച്ചോനെ, ആരൊക്കെ ഉണ്ടെങ്കിലും അവരെ ഒക്കെ നന്നാക്കി എന്നിൽ നിന്നും എന്നോടുള്ള ശത്രുതയിൽ നിന്നും നീ അവരെ മാറ്റിക്കളയണം അല്ലാ. നീ അവരെ മാറ്റി നിർത്തി തരണം റഹ്മാനെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അവർക്ക് ഒരു നാശവും വരണ്ട. നമ്മളടുത്തു നിന്നാണ് മാറി നിന്നാൽ മതി. ആത്മാർത്ഥമായി ദുആ ചെയ്തതിന് ശേഷം ഈ കളമെഴുതിയ പേപ്പർ കയ്യിൽ പിടിച്ച് 770 തവണ യാ മുദില്ലു യാ അല്ലാ, യാ മുദില്ലു യാ അല്ലാ എന്ന ആ ഒരു ഇസ്മ നിങ്ങൾ സംസാരിക്കാതെ മന്ത്രിക്കുക. മന്ത്രിച്ച് ഒരു 100 തവണ വീതം ചൊല്ലിക്കഴിയുമ്പോൾ ഈ പേപ്പറിലേക്ക് ഊതുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാം ഓതിക്കഴിഞ്ഞതിന് ശേഷം ഈ പേപ്പർ മടക്കി നിങ്ങളെ കയ്യിൽ നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ പറയുന്ന ഇസ്മ യാ മുദിൽ യാ അല്ലാ എന്നുള്ള ഇസ്മ ദിവസവും ഒരു 770 തവണ എല്ലാ ശത്രുക്കളും പരാജയപ്പെടണമെന്നും ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ നല്ല ഇസ്സത്തോടു കൂടി ജീവിക്കണമെന്നും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുആ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കളം കയ്യിൽ കൊണ്ട് നടക്കുക, ഈ ഇസ്മ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഈ അമൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചികിത്സയ്ക്ക് വരുന്ന ആളുകൾ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം വരിക. അള്ളാഹു സലാമത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നല്ല നല്ല അമലുകളും കൊണ്ട് ഇനിയും നമുക്ക് കാണാൻ വിധി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.